കപ്പൽ യാത്രക്കിടെ യുവാവിനെ കാണാതായതായി പരാതി. കാസർഗോഡ് സ്വദേശിയായ യുവാവിനെയാണ് ചൈനയിൽ കപ്പൽ യാത്രക്കിടെ കാണാതായത്. കള്ളാർ സ്വദേശിയായ ആൽബർട്ട് ആന്റണിയെ ചരക്ക് കപ്പലിൽ നിന്നും കാണാതായതായി ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുകയായിരുന്നു. മാലക്കല്ല് സ്വദേശിയായ യുവാവിനെ ചൈനയിൽ നിന്നുള്ള കപ്പൽ യാത്രക്കിടെ കാണാതായി. മാലക്കൽ അഞ്ചാലയിലെ റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ കുഞ്ചറക്കാട്ട് KM ആന്റണിയുടെയും പനത്തടി സർവീസ് സഹകരണ ബാങ്ക് മാനേജർ MV ബീനയുടെയും മകൻ ആൽബർട്ട് ആന്റണിയെയാണ് കാണാതായത്. സിനർജി മാരിടൈം ഗ്രൂപ്പിന്റെ MV ട്രൂ കോൺറാഡ് ചരക്ക് കപ്പലിലെ ട്രെയിനിങ് കാഡറ്റാണ് ആൽബർട്ട്. ചൈനയിൽ നിന്നും ബ്രസീലിലേക്ക് ചരക്കെടുക്കാനായി പോവുകയായിരുന്ന കപ്പലിൽ നിന്ന് വ്യാഴാഴ്ച രാവിലെ 11ഓടെ കൊളംബോയിൽ നിന്നും 300 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ആൽബർട്ടിനെ കാണാതാകുന്നത്. അന്നേ ദിവസം വൈകുന്നേരത്തോടെ ഇതേ കമ്പനിയിലെ കാസർഗോഡ് സ്വദേശിയായ ജീവനക്കാരനാണ് വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ വിവരമറിയിച്ചത്. ഒക്ടോബർ മാസം 3-ാം തീയതി ഒരു വൈകുന്നേരം ഒരു 8 മണിയായിരുന്നു. 8 മണി അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ടില്ല. അതിനൊന്നും വിളിച്ചിട്ടില്ല. സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വൈകുന്നേരം വിളിക്കുന്നത് സാധാരണ. 4-ാം തീയതി വിളിച്ചിട്ടില്ല. 4-ാം തീയതി ഞങ്ങൾ 7 മണി വരെ ഞങ്ങൾ കോള് കാത്തിരിക്കുകയാണ്. പക്ഷെ വിളി വന്നില്ല. എന്നെ ഒരു പരിചയമില്ലാത്ത നമ്പറിൽ ഒരു കോൾ എനിക്ക് വന്നു. ട്രൂ കോളർ നോക്കുമ്പോൾ ഒരു സഞ്ജയ് നായിക്കിൻ്റെ പേര് കാണുന്നത്. സിനർജി ഷിപ്പിംഗ് കമ്പനിയിലെ ഒരു സ്റ്റാഫാണെന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ട് അങ്ങനെ ആദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നീട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ പിടിക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് 2 പേര് വരുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ അവർ രാത്രി വന്ന് ഇവരിപ്പം പറയുന്നത് പുറത്തു പോകാനുള്ള സാധ്യത, വീഴാനുള്ള സാധ്യത ഇല്ലെന്നാണ് അവർ പറയുന്നത്. കപ്പലിന്റെ ഉള്ളിൽ തന്നെ കപ്പലിന്റെ ഉള്ളിൽ അവർ ഫുള്ള് സെർച്ച് ചെയ്ത് ആളുകൾ 4 പ്രാവശ്യം ഫുള്ള് സെർച്ച് ചെയ്തെന്ന് പറയുന്നുണ്ട്. അവർ കണ്ടെത്തിയിട്ടില്ല. പിന്നെ പുറത്തേക്ക് വീഴാൻ സാധ്യത തീരെ കുറവാണ്. പോസിബിലിറ്റി കാരണം ഫുള്ള് സറൗണ്ടിങ് ഫുള്ള് റെയിലുണ്ട്. ഓൾമോസ്റ്റ് 1 മീറ്ററിന്റെ ഹൈറ്റിൽ റെയിലുണ്ടെന്നാണ് പറഞ്ഞത്. അതിന് സ്ലിപ്പായിട്ട് പോകാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടൊക്കെ അതും റെയർ ചാൻസ് ആണ്. സംഭവ സ്ഥലത്ത് നിന്ന് 3 കപ്പലുകൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. വിവരമറിഞ്ഞ് സഹോദരൻ അബി ദുബായിൽ നിന്നും നാട്ടിലെത്തി. മറ്റൊരു സഹോദരൻ അമൽ കാനഡയിലാണ്. ന്യൂസ് 18 കാസർഗോഡ്.